2016 ശേഷമുള്ള നമ്മുടെ കേരളം, ഇപ്പോഴത്തെ കേരളം, ഇപ്പോൾ മാർച്ച് മാസം സ്കൂൾ അടയാണല്ലോ, പിന്നെ ജൂണിലാണല്ലോ സ്കൂൾ തുറക്കുന്നത്. മാർച്ചിൽ സ്കൂൾ അടയുമ്പോൾ തന്നെ ജൂണിൽ പോയി ചേരേണ്ട ക്ലാസിൻ്റെ പുസ്തകം കിട്ടുകയല്ലേ കയ്യിൽ? അതല്ലേ മാറ്റം? എന്തുകൊണ്ടാണത്? നാടിനോട് പ്രതിബദ്ധത വേണം. ഈ നാട്ടിൽ ഭരിക്കുന്ന ഗവൺമെന്റിന് നാടിനോട് പ്രതിബദ്ധത വേണം. ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നാടിനോട് പ്രതിബദ്ധത വേണം. മറ്റു ചിലത് മാത്രം ആലോചിച്ചാൽ പോരാ. ഞങ്ങളെ ആലോചന ആ വഴിക്ക് പോകുന്നില്ല, അത് ഞങ്ങളുടെ ഒരു കുറവല്ല. ഇപ്പൊ ചിലർ പറയുന്നില്ലേ, ഇത്ര കാലമായി ഞങ്ങളിൽ നിന്ന് പുറത്തു നിൽക്കുന്നു, എന്താ വേവലാതി? കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കേണ്ടതാണോ? സ്കൂളുകൾ നന്നാക്കേണ്ടതാണോ? അല്ല, അവരവരെ കാര്യമാണോ? എന്താണ് അവരെ വേവലാതിപ്പെടുത്തുന്നത്? അതിനുവേണ്ടി തെറ്റായ വികാരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ചിലര് പറയുന്നു, ഇവിടെ ചിലരധികാരത്തിന് പുറത്താണ്. ഇതൊക്കെ പരസ്യമായി പറയാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എങ്കിലും അതീവ രഹസ്യമായി പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലതെങ്കിലും പറഞ്ഞു പോകണമല്ലോ. ആർക്കാണ് ഈ പറയുന്ന പ്രയാസം കേരളത്തിലുള്ളത്? ചില മതവിഭാഗങ്ങൾക്ക്. നേരത്തെ MLA ഒക്കെ ആയിരുന്ന ഒരാളുടെ വലിയ പ്രസംഗം പലയിടത്തും ഇപ്പോൾ പരാമർശിക്കപ്പെട്ടല്ലോ. അതിൽ മതം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതവികാരം ഇളക്കി വിടാനാണല്ലോ നോക്കുന്നത്. അവര് അധികാരത്തിന് പുറത്താണ്. അധികാരത്തിന് പുറത്ത് ഞങ്ങൾ നിർത്തിയതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തിയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ജനങ്ങൾ ശരിയായ വിധികർത്താക്കളാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങളെ സഹിക്കാനാകില്ല എന്ന് കണ്ട് മാറ്റി നിർത്തിയതാണ്. അതിന് മതവികാരമിളക്കി പരിഹാരം കാണാമെന്ന് വിചാരിക്കേണ്ട. ഇവിടെ മതത്തിനെന്തോ ദോഷം സംഭവിക്കുന്നു പോലും. ഞങ്ങൾക്ക് അല്പം തല ഉയർത്തി തന്നെ പറയാൻ കഴിയും, എല്ലാ മതസ്ഥർക്കും, ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും, ഈ മണ്ണിൽ ജീവിക്കുന്ന സകലമാന പേർക്കും ഒരേപോലെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത ഒരു സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അല്ല എന്ന് ഏതെങ്കിലും ഉദാഹരണം എടുത്ത് പറയാൻ പറ്റുമോ? സ്കൂളിൻ്റെ അഭിവൃദ്ധി ആരെയാണ് സഹായിക്കുന്നത്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെയല്ലേ, പാവപ്പെട്ടവരെയല്ലേ. പൊതുവിദ്യാലയങ്ങൾ അഭിവൃദ്ധിപ്പെടണമെന്ന് ചിന്തിക്കുന്ന നാടിൻ്റെ നല്ലൊരു ഭാഗം ജനങ്ങളല്ലേ. അവരെല്ലാം വ്യത്യസ്ത മതവിഭാഗങ്ങളിലും ജാതി വിഭാഗങ്ങളിലും പെട്ടവരായിരിക്കുമല്ലോ. അവർക്കെല്ലാം ആനുകൂല്യം ലഭിക്കുകയല്ലേ. ഇതിൻ്റേതായ ആനുകൂല്യം ഒരു ഭേദചിന്തയുമില്ലാതെ അവരെല്ലാം പറ്റുകയല്ലേ. നമ്മുടെ ആരോഗ്യരംഗം, 2016 ആരോഗ്യരംഗം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ഗതികേടായിരുന്നു. കേരളത്തിൻ്റെ ആരോഗ്യരംഗം പ്രശസ്തമായിരുന്നല്ലോ. അതല്ലേ തകർത്ത് കളഞ്ഞിരുന്നത്. ആ തകർന്നിടത്ത് നിന്ന് ഇനി ഉയർന്നു വരുമോ എന്ന ആശങ്കയിലായിരുന്നല്ലോ എല്ലാവരും ഉണ്ടായിരുന്നത്. എന്തായി? കേരളം ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ ആരോഗ്യരംഗത്തെ
സമ്പൂർണമായി കരുത്തുറ്റതാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി സംഭവിച്ച കാര്യം ഞാൻ അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോൾ ചിലർ എന്താ വന്ന മാറ്റം, ചിലർ എന്തെല്ലാം പറയുന്നത്. ഒരു തവണ ഒരു ഇവിടെയുള്ളല്ല തൃശ്ശൂരുള്ള ഒരു വലിയ ധനികൻ എന്ന് പറയുക, ഒരു വലിയ വ്യവസായിയാണ്. അദ്ദേഹം ഒരു സംഭാഷണം നടത്തുമ്പോൾ എന്നോട് പറയാണ്, എന്താണ് നമ്മുടെ ആശുപത്രിയിൽ വന്ന മാറ്റം, ഞാനൊക്കെ അവിടെ പോകാനിപ്പം മടിക്കുന്നത്, എന്താ ഇയാളിങ്ങനെ ലുബ്ധനായി പോയല്ലോ എന്ന് ആൾ പറയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ചികിത്സയല്ലേ ഇപ്പം എല്ലാവരുടെയും ലഭിക്കുന്നത്. ഇതല്ലേ ധനികരായ ആളുകളടക്കം ചിന്തിക്കുന്നത്. പാവപ്പെട്ടവരുടെ ആശുപത്രി മാത്രമല്ലല്ലോ ഇപ്പോൾ. നേരത്തെ ധർമാശുപത്രി എന്നാണല്ലോ സർക്കാർ ആശുപത്രിയെ പറ്റി പറഞ്ഞിരുന്നത്. പാവപ്പെട്ടവർ മാത്രം പോകുന്ന നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം വരെ അത് പ്രവർത്തിക്കുകയാണല്ലോ. അപ്പോൾ വലിയ വില പിടിച്ച കാറുകളിൽ അവിടെ എത്തുന്ന ഒരുപാട് രോഗികളെ കാണുന്നതാണല്ലോ. മാറ്റമല്ലേ? താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളല്ലേ. ഇപ്പോൾ നമ്മുടെ വേദിയിലില്ല. നമ്മുടെ വേദിയിൽ ഉണ്ടാകേണ്ട ഒരു നേതാവ് ഒരു തവണ പാലക്കാട് പോയി. പാലക്കാട് പോയപ്പോൾ പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു. അന്ന് മെഡിക്കൽ കോളേജല്ല, നേരെ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി. നല്ല പരിചരണം കിട്ടി, കാത്തലാബ് സൗകര്യമടക്കമുണ്ട്. ഇതെല്ലാം അല്ലേ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളല്ലേ വന്നിട്ടുള്ളത്. അതെവിടം വരെ എത്തുന്നു? ഏതെല്ലാം അവയവമാറ്റ ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്നത്. ജില്ലാ ആശുപത്രിയിലടക്കം ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നു, നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ. ഇതൊക്കെ ഒരു ഭാഗത്ത് വന്ന മാറ്റം. ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ നേരത്തെ തന്നെ നവജാത ശിശുമരണ നിരക്ക് കുറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 2016-21 വീണ്ടും കുറഞ്ഞു, 21 ശേഷം വീണ്ടും കുറഞ്ഞു. ഇപ്പോൾ എത്രയായി? 5. 5ൻ്റെ പ്രാധാന്യം കാണണമെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാഷ്ട്രമാണല്ലോ അമേരിക്ക. അമേരിക്കയിലെ നവജാത ശിശു മരണ നിരക്ക് എത്രയാണെന്ന് നോക്കണം. അത് 5.6. അതായത് അമേരിക്കയെ ഇക്കാര്യത്തിൽ കവച്ചു വെക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് സാധ്യമായി? കോവിഡ് മഹാമാരി. ആ മഹാമാരി പല സമ്പൽ രാഷ്ട്രങ്ങളെയും മുട്ടുകുത്തിച്ചു. നമ്മളെയോ കോവിഡ് മഹാമാരിയുടെ മൂർധന്യ ദശയിൽ പോലും ആരോഗ്യരംഗത്ത് നമ്മളൊരുക്കിയ സൗകര്യങ്ങൾ കവച്ചു നിന്നു. ആ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല. എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് ബെഡുകളുണ്ടായിരുന്നു, ICU ബെഡുകളുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകളുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ നല്ലതുപോലെ ഒഴിവുണ്ടായിരുന്നു. ആ കാലത്ത് പലയിടത്തും നടന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. എങ്ങനെയാണത് വന്നത്? കോവിഡ് വരും എന്ന് കരുതി നമ്മൾ ചെയ്തതല്ല.
നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ചികിത്സാ സൗകര്യം വേണമെന്ന് കണക്കാക്കി ആരോഗ്യരംഗം മെച്ചപ്പെടുത്തിയതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു മാറ്റമുണ്ടായത്. അതല്ലേ വസ്തുത? ഈ മാറ്റം നമ്മുടെ നാട് പൊതുവെ അംഗീകരിക്കുന്ന കാര്യമല്ലേ? ഏതെങ്കിലും പക്ഷഭേദമുണ്ടോ അവിടെ? ഏതെങ്കിലും മതഭേദമുണ്ടോ അവിടെ? ഏതെങ്കിലും ഭേദചിന്തയുണ്ടോ? ജാതിയോ മതമോ മറ്റെന്തെങ്കിലും കാര്യം അവിടെ ബാധകമാകുന്നുണ്ടോ? എല്ലാ മതസ്ഥർക്കും എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയല്ലേ? ഈ സൗകര്യം ലഭിക്കുകയല്ലേ? ആവശ്യമായ ചികിത്സ ലഭ്യമാകുകയല്ലേ? ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ക്ഷേമ പെൻഷൻ 1600 രൂപ, പിന്നീടത് കഴിഞ്ഞ പ്രഖ്യാപനത്തോടെ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എല്ലാവർക്കും അത് ലഭിക്കുകയല്ലേ? എല്ലാ ജാതി മതസ്ഥർക്കും ലഭിക്കുകയല്ലേ? ഒരു വളരെ വിചിത്രമായ ചില വാദഗതികൾ ഇതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത് നമ്മൾ കേട്ടു. ഇതിലെന്താണ് കാര്യം? നാട്ടിലെല്ലാം വിലക്കയറ്റമല്ലേ? അപ്പോൾ വില കയറുന്നതിനനുസരിച്ച് പെൻഷന് ദേശം വർദ്ധിക്കണ്ടേ? അത് വർദ്ധിപ്പിച്ചത് മാത്രമല്ലേ? പിന്നെ ഇത് കേരളത്തിൽ മാത്രമല്ലല്ലോ, എല്ലാ ഗവൺമെൻറ്റുകളും ഇങ്ങനെ വർദ്ധിപ്പിക്കുകയല്ലേ? ഈ പാവപ്പെട്ടവർക്ക് ഇതിൻ്റെ എല്ലാ കണക്കുകളും ഒറ്റയടിക്ക് അവരുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. ഇവിടെ UDF ഏത് കാലത്താണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്? ആദ്യ പെൻഷൻ കർഷക തൊഴിലാളിക്ക് കൊടുത്ത 45 രൂപയാണല്ലോ. അന്ന് അതിനെ എതിർത്തയാളാണ് കോൺഗ്രസ് നേതാക്കൾ. അതിൻ്റെ പിന്നാലെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ഒന്നും വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല. പിന്നെ അതിൽ വർധനവ് ചെറിയ തോതിൽ വരുന്നത് LDF സർക്കാരാണ്. ഇതിൻ്റെ ആകെ കണക്കുകൾ നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ 1980 ശേഷമാണ് ഈ പെൻഷൻ തുടങ്ങുന്നത്. 2006 മുതൽ 2011 വരെയുള്ള കാലയളവിൽ 500 രൂപയുണ്ടായിരുന്ന പെൻഷൻ അവസാന ഘട്ടത്തിൽ 600 രൂപയായിട്ട് UDF ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു. അതാണ് അവരുടെ ആകെയുള്ള വർധനവ്. ബാക്കി എല്ലാ വർധനവും LDF ഗവൺമെൻറ് വരുത്തിയതാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ വർദ്ധിപ്പിച്ച് 600 രൂപ അവർ കൊടുത്തിട്ടില്ല. 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ പെൻഷൻ കുടിശ്ശിക എത്രയാണെന്ന് നോക്കി. 18 മാസത്തെ കുടിശ്ശിക. അത് മുഴുവൻ കൊടുത്തു തീർക്കാൻ ഞങ്ങളാണ് തീരുമാനിച്ചത്. ഇതാദ്യത്തെ ആണോ കുടിശ്ശിക? ഇതിനേക്കാളും കുറവാണല്ലോ നേരത്തെ. 2006 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 2001 മുതൽ 2006 വരെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ് കുടിശ്ശികയാക്കിയത് 28 മാസത്തെ പണമായിരുന്നു. ആ പണം മുഴുവൻ 2006 LDF ഗവൺമെൻറ്റാണ് കൊടുത്തു തീർത്തത്. എന്ന് പറഞ്ഞാൽ
ഈ പെൻഷനോടുള്ള UDFൻ്റെ സമീപനം അങ്ങേയറ്റം നിഷേധാത്മകം. ആ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇത് തുടരുകയാണെന്ന് നാം കാണണം. ഇപ്പോൾ 2016 18 മാസത്തെ കുടിശ്ശികയായിരുന്നുവെങ്കിൽ 2021 നമ്മളൊന്ന് സങ്കല്പിക്കുക, LDFനല്ല തുടർഭരണം ലഭിച്ചത്. സാധാരണ രീതി അനുസരിച്ച് UDFന് കിട്ടുന്നു. ആ 2016 മുതൽ 21 വരെ 600 രൂപയിൽ നിന്ന് 1600 രൂപയാക്കിയത്, ആ 1600 രൂപ പെൻഷൻ കൃത്യമായി കൊടുക്കുന്ന നില UDF സ്വീകരിക്കുമായിരുന്നോ? ഇപ്പോൾ 2026 ഈ 26 ആകുമ്പോഴേക്ക് ഇപ്പോൾ അവരായിരുന്നുവെങ്കിൽ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമായിരുന്നു? ഈ പറയുന്നവര് ആ പണം കൊടുക്കാൻ ആത്മാർത്ഥത കാണിക്കുമായിരുന്നോ? അപ്പോൾ LDF ആയതുകൊണ്ടാണ് 1600 കൃത്യമായി കൊടുക്കുകയും അതിൽ നിന്ന് വർദ്ധിപ്പിച്ച് 2000 ആക്കുകയും ആ 2000 കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക മതവിഭാഗക്കാർക്കാണോ? എല്ലാവർക്കുമല്ലേ? എല്ലാവർക്കും അർഹതയുള്ളവർക്കെല്ലാം അത് ലഭിക്കുകയല്ലേ? എല്ലാ വിഭാഗക്കാരും അതിൽ പെടുമല്ലോ. ഇപ്പോ 35 വയസ്സ് കഴിഞ്ഞ നമ്മുടെ വനിതകൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച മാസം തോറുമുള്ള 1000 രൂപ, അതിൻ്റെ അപേക്ഷകൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. 1000 രൂപ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്കാണോ? എല്ലാ വിഭാഗത്തിലും പെട്ടവർക്കല്ലേ? നമ്മുടെ ചെറുപ്പക്കാർ അതത് തരത്തിലെ കോഴ്സ് കഴിഞ്ഞ് ജോലിക്കുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ആവശ്യമായ സ്കിൽ നേടാൻ നിൽക്കുന്ന ഘട്ടം. അത്തരം ആളുകൾക്ക് 1000 രൂപ വീതം ആ ചെറുപ്പക്കാർക്ക് നൽകുന്നൊരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇല്ലേ അത് ലഭിക്കുക? ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനാണോ? ഈ പറയുന്ന മതവികാരം ഇളക്കാൻ ശ്രമിച്ച ആ കൂട്ടർ അധികാരത്തിലിരുന്ന കാലത്ത് ഇതുപോലെ എന്ത് നടപടി സ്വീകരിച്ചു? എന്താണ് ജനങ്ങൾക്ക് ഉപകാരം കിട്ടിയത്? അധികാരത്തിലില്ലാത്തതിൻ്റെ വെപ്രാളം നിങ്ങൾക്ക് കാണും, അത് വേറെ. അതിന് മറ്റു വഴിയൊന്നുമില്ല. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നിങ്ങളിടയ്ക്ക് വിടുന്ന വികാരം എത്രമാത്രം ആപൽക്കരമായതാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത? ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം നമ്മുടെ നാട് ശാന്തിയും സമാധാനവും നിലകൊള്ളില്ലേ? എന്തൊരു ശാന്തമായ ജീവിതം നയിക്കാൻ പറ്റുന്ന നാടായി നമ്മുടെ നാട് മാറി. ഈ 10 വർഷം ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കലാപം ഉണ്ടായോ? നമ്മുടെ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായിട്ടില്ലേ? വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? എത്ര ആളുകളുടെ ജീവൻ ഇവിടെ ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് വർഗീയ സംഘർഷത്തിൻ്റെ ഭാഗമായി? എത്ര പേർക്ക് മാരകമായ പരിക്കേറ്റിട്ടുണ്ട്? വിവിധ ഘട്ടത്തിൽ
എത്ര ആളുകൾക്ക് അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സമ്പാദ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീടുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. അതിനെല്ലാം പൂർണ്ണവിരാമമായില്ലേ? ഈ 10 വർഷം ഏതെങ്കിലും ഒരു പ്രത്യേക അനിഷ്ട സംഭവം വർഗീയ സംഘർഷത്തിൻ്റെ, വർഗീയ കലാപത്തിൻ്റെ ഭാഗമായി ഉണ്ടായോ? അതല്ലേ കാണേണ്ടത് നമ്മൾ. എന്തുകൊണ്ടാ? നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അത് നിഷേധിക്കേണ്ടതില്ല. എന്നാൽ അതോടൊപ്പം വർഗീയ സംഘർഷമുണ്ടായോ, കർക്കശമായ ഇടപെടലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വർഗീയ ശക്തികളെ നേരിടും. തല പൊക്കുമ്പോൾ തന്നെ അതിനനുവദിക്കില്ല. ഒരു വർഗീയതയുമായും ചാരി നിൽക്കില്ല, ഒരു വർഗീയതയും സംരക്ഷിക്കില്ല. എല്ലാ വർഗീയതയും നാടിനാപത്താണ് എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാടാണ്. അതല്ലേ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ കാരണം? ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ? നമ്മുടെ നാടിൻ്റെ അനുഭവമല്ലേ, ജനങ്ങളുടെ അനുഭവമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷത്തോട് തന്നെ പറഞ്ഞ കാര്യമാണ്. എൻ്റെ അടുത്ത് വ്യവസായ മന്ത്രി ഒരു വ്യവസായിയെ കൂട്ടി വന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങണം. ചെറുതല്ല കേട്ടോ. എത്രയാണെന്നറിയോ? 3 ലക്ഷം കോടിയിൽ പരം രൂപ മുതൽ മുടക്കുള്ള സ്ഥാപനമാണ്. അപ്പോൾ സ്വാഭാവികമായും ഞാനൊന്ന് അമ്പരന്നു. ഇത് കേൾക്കുന്ന തുക ചെറുതൊന്നുമല്ലല്ലോ, 3 ലക്ഷം കോടിയിൽ പരമല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? അദ്ദേഹം കേരളീയനല്ല, ഇന്ത്യക്കാരനാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഇവിടെയാണ് ഏറ്റവും കമ്മ്യൂണൽ പ്രശ്നമില്ലാത്തൊരു സംസ്ഥാനം, ശാന്തമായൊരു സംസ്ഥാനം. ഇവിടെ സ്ഥിരതയുണ്ട്, ഞങ്ങൾക്കൊരാശങ്കയുമില്ലാതെ മുതൽ മുടക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് കേരളം. ഇതാണ് കേരളത്തെക്കുറിച്ച് നമ്മുടെ രാജ്യം കാണുന്നത്. എന്തുകൊണ്ടുണ്ടായത് അത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമീപനം, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. അതാലോചിച്ചാൽ മതി, നിങ്ങൾ ജനങ്ങൾ ആലോചിച്ചാൽ മതി. ഞങ്ങൾക്കല്ലാതെ മറ്റേതെങ്കിലും ഒരു കൂട്ടർക്ക് ഇന്ന് കേരളത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? നമ്മുടെ BJPയുടെ ഒരു നേതാവ് ഒരു പ്രതികരണം നടത്തി. അദ്ദേഹം പറയാണ്, ഞങ്ങളും, അതായത് BJPയും UDFും തമ്മിലാണ് കേരളത്തിൽ മത്സരം. ഉടനെ മുൻ KPCC ഭാരവാഹി ചാടി വീണു. അദ്ദേഹവും പറഞ്ഞു, ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം. വേറെ സംശയമൊന്നും വേണ്ട കേട്ടോ, എന്തൊക്കെ സംഭവിച്ചു പോയോ എന്നുള്ള സംശയം വേണ്ട. ഇത് ബോധപൂർവമാണ്, അറിയാതെയുള്ളതല്ല. രണ്ടു കൂട്ടരും ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുകയാണ്. അത് നേരത്തെയും ചില ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ
LDFിൻ്റെ സാന്നിധ്യം ഇവർ നിഷേധിക്കുന്നതുകൊണ്ട് മാത്രം ഇല്ലാതാകുമോ? നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിൽ തുടരുന്ന ഒരു മുന്നണി കേരളത്തിലേ ഇല്ല എന്നൊരു ചിത്രമാണ് ഈ രണ്ടു കൂട്ടരും അവതരിപ്പിക്കാൻ നോക്കുന്നത്. ഇതിലൊരു മാനസിക പൊരുത്തമുണ്ട്. ആ മാനസിക പൊരുത്തത്തിൻ്റെ വേറൊരു ഭാഗം നാം കാണണം. നമ്മുടെ രാജ്യത്ത് BJP ഉയർത്തുന്ന ആപത്തിനെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം ഉയർന്നു വരാറുണ്ട്. അത്തരം അഭിപ്രായം ഉയർന്നു വരുന്ന സംസ്ഥാനങ്ങളിൽ അതിന് പൊതുവായ രൂപവും ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ BJPയുടെ ഒരു B ടീമായി കോൺഗ്രസ് പലയിടങ്ങളിലും BJPയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ്. അതിനുവേണ്ടി സ്വയം കൃതാനർത്ഥമായ നടപടികളും നിലപാടുകളും കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് വന്നു. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു. ആ ഒറ്റപ്പെട്ടു നിൽക്കുന്ന BJPക്ക് ഒരു തരത്തിലും തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് എല്ലാവരും കണക്കാക്കിയത്. കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് ഒന്നിച്ച് കൂട്ടാൻ പറ്റുന്ന സമാജ്വാദി പാർട്ടിയെ പോലുള്ളവരെ അടക്കം അകറ്റിക്കളഞ്ഞു. ആരെയും കൂട്ടാൻ തയ്യാറായില്ല. തങ്ങളൊറ്റക്ക് എന്ന നിലപാടെടുത്തു. എന്തായി? BJP തിരിച്ച് അധികാരത്തിൽ വന്നു. BJPക്കെതിരെ ശക്തമായ വികാരമുയർത്തിയ നടപടികൾ സ്വീകരിച്ച, അതിൻ്റെ ഭാഗമായി ഭരണം തന്നെ കൈക്കലാക്കിയ AAP എന്ന പാർട്ടി, കെജ്രിവാളിൻ്റെ നേതൃത്വം. ഇപ്പോൾ BJP സ്വാഭാവികമായിട്ട് കെജ്രിവാളിനെ ലക്ഷ്യമിട്ടു. BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെ ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ മന്ത്രിസഭയിലെ ഒരു പ്രധാനിയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ കോൺഗ്രസ് ഇയാളെയല്ല അറസ്റ്റ് ചെയ്യേണ്ടത് കെജ്രിവാളിനെയാണ്. എങ്ങനെയുണ്ട്? അവിടെ കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് സീറ്റേ ഇല്ല. BJP എങ്ങനെ പരാജയപ്പെടുത്തുമെന്നാണല്ലോ ആലോചിക്കേണ്ടത്. ആലോചനയിലേക്ക് കോൺഗ്രസ് കടന്നോ? എങ്ങനെ ആം ആദ്മിയെ പരാജയപ്പെടുത്താം എന്നാണ് നോക്കിയത്. ആർക്കായി ഗുണം? BJPക്കായി. എവിടെയൊക്കെ? ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ബീഹാറിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉയർന്നു വന്നു. അവിടെ വലിയ തർക്കം. ഇതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ യോജിച്ച അന്തരീക്ഷം വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ആദ്യമേ തന്നെ വലിയ തർക്കം ഉന്നയിക്കും. അന്തരീക്ഷമാകെ വഷളാക്കും. BJPക്കെതിരായ പൊതുവികാരം ഉയർന്നു വരേണ്ട സ്ഥാനത്ത് അതിനെ എതിർക്കേണ്ട വിഭാഗങ്ങളെ
ചേരിതിരിഞ്ഞ് അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും. അതിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. അതെല്ലാം ആദ്യം ബീഹാറിലുണ്ടായി. സീറ്റുകളുടെ എണ്ണം കൂടണം എന്ന നിർബന്ധം കോൺഗ്രസ്സിന്. അവസാനം യോജിപ്പിൻ്റെ പ്രാധാന്യം കണക്കായിട്ടായിരിക്കും RJD സമ്മതിച്ചു. എന്തായി? ആ സീറ്റുകളിൽ വളരെ ചുരുക്കം എണ്ണത്തിൽ മാത്രമാണ് ജയിച്ചു വരാൻ കോൺഗ്രസ്സിനായത്. RJD ആയിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട അവസ്ഥ ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഗുണമാർക്കായി BJPക്കായി. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് വന്നു. കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അയഥാർത്ഥമായ അവകാശവാദം മുന്നോട്ട് വെച്ചു. എന്തായി? സീറ്റ് വളരെ കടുത്ത വിലപേശി വാങ്ങി നഷ്ടപ്പെട്ടു. അവിടെ ഇപ്പോൾ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിരിക്കുന്നു. അവരുടെ പാർട്ടിക്കുള്ള സ്വാധീനം കൊണ്ട് ആ ഭൂരിപക്ഷം നേടാനായി. എന്നാൽ നല്ല നിലക്ക് ജയിച്ചു വരുമായിരുന്നു, നല്ല അംഗത്വം ഉണ്ടാകുമായിരുന്നു. അതില്ലാതാക്കി കോൺഗ്രസ്. ഇങ്ങനെ ഏത് സംസ്ഥാനം എടുത്താലും കോൺഗ്രസ് BJPയുടെ ഒരു B ടീമായി പ്രവർത്തിക്കുകയാണ്. അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടായി കൊടുക്കുകയാണ്. അതിനാവശ്യമായ കളമൊരുക്കി കൊടുക്കുകയാണ്. ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ സംഭവിക്കുന്നത് നമ്മൾ കാണണം. ഇവിടുത്തെ കാര്യം പിന്നെ പറയാനില്ല. എല്ലാ കാര്യങ്ങളും അവർ ഏകോദര സഹോദരങ്ങളായിട്ടാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലായ്പ്പോഴും അതിനനുസൃതമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. നാടിനെതിരെ രണ്ടു കൂട്ടരും ഒന്നിച്ചണിനിരക്കുകയാണ്. കേരളത്തിലെ LDFനെതിരെ, LDF സർക്കാരിനെതിരെ സ്വീകരിക്കുന്ന നടപടികൾ സംസ്ഥാനത്തെയും ജനങ്ങളെയുമാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. ആ നടപടി സംസ്ഥാന ദ്രോഹമാണ്, ജനദ്രോഹമാണ്. അതിൽ രസം കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും ലീഗും. ലീഗ് വലിയ തോതിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്കാണ്, കള്ളപ്രചരണങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. അടുത്ത നാളിലുണ്ടായ ഒരു കാര്യം ലീഗ് നേതാക്കന്മാരെല്ലാമുള്ള അസംബ്ലി വേദിയിൽ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി. അത് മഞ്ചേരിയിലെ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് കൊണ്ടോട്ടിയിലെ വീട്ടിലേക്ക് പോകുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അവരെ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറാൻ നോക്കുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ കോഴിക്കോടേക്കുള്ളവരെ ആദ്യം കയറ്റു. അപ്പോൾ അടുത്തിരിക്കുന്നൊരു സ്ത്രീ, അവിടെ നിൽക്കുന്ന സ്ത്രീ കുറച്ചൊരു പൊതുകാര്യ പ്രസക്തിയാണ്. അവരതിൽ ഇടപെട്ടു. ഇത് ശരിയല്ല, അവരാശുപത്രിയിൽ നിന്നൊക്കെ വരുന്നതാണ്, നിങ്ങളവരെ കയറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കയറ്റാൻ തയ്യാറായി. ഇവരും ആ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. രണ്ടാളും ഒരു സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ചോദിച്ചു, എന്താ എവിടെയായിരുന്നു? ആശുപത്രി പോയതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ആശുപത്രി? നല്ല ചികിത്സയാണ്, നല്ല കാര്യങ്ങളൊക്കെയാണ്. ഭക്ഷണമൊക്കെ, ആ ഭക്ഷണം ചില ദിവസം ഇറച്ചിയൊക്കെ ഉണ്ട്, നല്ല ഭക്ഷണമാണ്. അങ്ങനെ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് പെൻഷനുണ്ട്. പെൻഷൻ നേരത്തെ 1600 രൂപയായിരുന്നു, ഇപ്പോൾ 2000 രൂപയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വർദ്ധിച്ചതെന്നറിയോ?
അതറിയില്ലേ എന്ന് പറഞ്ഞ് ഇവരൊരു ചിരി ചിരിച്ചു. ആര്? ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അത് മുഖ്യമന്ത്രി നമ്മളെ സൂചിപ്പിക്കാൻ തന്നതല്ലേ. അതിനുശേഷം നമ്മളെല്ലാം ഇവിടുന്ന് പറഞ്ഞയക്കുകയല്ലേ. അതിനല്ലേ മുഖ്യമന്ത്രി ഇപ്പോൾ SIR തുടങ്ങിയിട്ടുള്ളത്. ആ പാവപ്പെട്ട സ്ത്രീ പറയുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, ഇതെവിടുന്നാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയത്? അത് എൻ്റെ വീട്ടിൽ വന്ന എന്നെ ആളുകൾ പറഞ്ഞതാണ്. അപ്പം അത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുള്ള പ്രചരണമാണ്. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ പൗരത്വത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ, പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ച നിലപാട് ഓർമ്മയില്ലേ? അതിശക്തമായ നിലപാടല്ലേ LDF സ്വീകരിച്ചത്, കേരളം സ്വീകരിച്ചത്, രാജ്യത്ത് ഇടതുപക്ഷം സ്വീകരിച്ചത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ശങ്കക്കടിസ്ഥാനമുണ്ടോ? SIRന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തതയാർന്ന നിലപാടാണല്ലോ പൊതുവെ എടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വോട്ടവകാശം നിഷേധിക്കുന്ന നിലയുണ്ടായിക്കൂടാ. കേരള അസംബ്ലി ഏകണ്ഠമായി പ്രമേയം അംഗീകരിച്ചല്ലോ. തുറന്ന് കേരള ഗവൺമെൻറ് ശക്തമായ നിലപാടെടുത്തല്ലോ. കേസ് പോയല്ലോ. രാജ്യത്ത് എത്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേസ് പോയി? നോക്കണം, കള്ളപ്രചരണം എങ്ങനെയാണ് നടത്തുന്നത്. നേരെയൊന്നും പറയാനില്ല, നേരെ കാര്യമൊന്നും പറയാനില്ല. അപ്പോൾ പോയി വീടുകളിൽ പോയി SIR കേരള ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും കൂടി കൊണ്ടുവന്നതാണ് എന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ്. പാവപ്പെട്ടവർ അത് വിശ്വസിച്ച് LDFനോട് എന്തെങ്കിലും മമതയുണ്ടെങ്കിൽ അതില്ലാതായിക്കോട്ടെ എന്നതാണ് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള ഏതെല്ലാം കള്ളപ്രചാരവേലകൾ നടക്കുന്നുവെന്നത് നിങ്ങൾ പ്രാദേശികമായി ബന്ധമുള്ളവരാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. വീടുകളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാവുക. ഈ കാര്യം നാം എല്ലാവരും ജാഗ്രതയോടെ കാണേണ്ടതായിട്ടുണ്ട്. ഒരു കള്ളങ്ങൾക്കും ഒരു തരത്തിലുള്ള നുണകൾക്കും നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യങ്ങളുടെ ഭാഗമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കെട്ടിയുയർത്തിയ കോട്ടയെ തകർക്കാനാവില്ല. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ കേവലം ബജറ്റിലൂടെ ഉള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, 90,000 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ നാം നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം LDF എന്ന നിലയിൽ ഉണ്ടായതാണ് എന്ന് നാം കാണണം. LDF ആയിരുന്നില്ല ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലമെങ്കിൽ നമ്മുടെ നാടിന് ഇത്തരത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുമായിരുന്നില്ല. ശാസ്ത്രമേഖലകളിൽ നാം അസാമാന്യമായ പുരോഗതി നേടിയിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അപൂർവമായ പുരോഗതി നാം നേടിയിരിക്കുന്നു. എടുത്തു പറയത്തക്ക ഒട്ടേറെ നേട്ടങ്ങൾ. എല്ലാറ്റിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല, ഇപ്പോൾ തന്നെ സമയം കുറച്ച് അധികമായിപ്പോയി. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ കാര്യങ്ങൾ നാടിനോട് സംവദിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ഈ ജാഥകൾ LDF സംഘടിപ്പിച്ചിട്ടുള്ളത്. നിറഞ്ഞ സന്തോഷത്തോടെ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.